ഇതിനുണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിസേർട്ട് ഉണ്ടാക്കി കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് 4 എണ്ണം വലുത് എടുത്തിട്ടുണ്ട്. കഴുകി തോലൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് ഇങ്ങനെ പീലർ കൊണ്ട് എടുത്താൽ കിട്ടുക കേട്ടോ. ഇനി അതൊരു കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരെ വേവിക്കാം. ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടില്ലാതെ നന്നായി കലക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് വെന്തോന്ന് നോക്കാം. ക്യാരറ്റ് വെന്തിട്ടുണ്ട്, പക്ഷേ അതിൽ കുറച്ച് പാലുണ്ടാവും താഴെ. നമ്മൾ പാലൊഴിച്ചിട്ടാണല്ലോ വേവിച്ച്. അപ്പോൾ പാലൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ആക്കിയിട്ട് പാല് വറ്റിച്ചെടുക്കുക. പാല് പകുതി വറ്റി വന്നു കഴിഞ്ഞാൽ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ മിഠായി മീറ്റാണ് ഒഴിച്ചത് കേട്ടോ. ഇനി അത് ഇളക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. വറ്റിയ ശേഷം കുറച്ച് ഏലക്ക പൊടിയാണ് എടുത്തത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ നിറച്ച് നെയ്യും, നല്ല പശു നെയ്യാണ് ഒഴിച്ചത് കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ നല്ല പാലൊക്കെ നല്ല വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിള വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചില്ലേ, അത് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായി കണ്ടിന്യൂസ് ആയി ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് പിടിക്കും. എന്നിട്ട് നമുക്ക് ആ ക്രീമിന് ആവശ്യമുള്ള മധുരത്തിന് വേണ്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. 1/2 ടിന്നോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചേർക്കേണ്ടത് മൊസറില്ല ചീസാണ്. ചീസും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, കുറേ നേരം തിളപ്പിക്കേണ്ട. ഞാനിപ്പോൾ ഫ്രീസറിന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഇത്തിരി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് നന്നായി അരച്ചിട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഒരു പുഡിംഗ് ബൗളിലേക്ക് ഈ ക്യാരറ്റ് വേവിച്ചത് നിരത്തി കൊടുക്കാം. അതിനുശേഷം മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണ പോലത്തെ ഒരു പുഡിംഗ് അല്ല, അതൊരു ക്രീമി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കുറച്ചൊരു ക്യാരറ്റ് പീസസൊക്കെ ഒന്ന് കാരമൽ കാൻഡി പോലെ ആക്കുന്നുണ്ട്. കാരമൽ ഉണ്ടാക്കിയിട്ട് വെറുതെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് വിളമ്പണ സമയത്ത് ഈ ക്യാരറ്റും ആ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ സെർവിങ് ബൗളിലാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടമാവും.